എന്തുകൊണ്ടാണ് ഹിമാലയങ്ങൾ എപ്പോഴും മഞ്ഞിൽ മൂടിക്കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ചുണ്ടോ? ഹായ് ഗൈസ്, ഞാൻ അക്തർ. പഞ്ചാബ് മുതൽ സ്പിറ്റി വരെയുള്ള എന്റെ ട്രാവൽ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നേരെ പിയോയിലേക്കാണ് യാത്ര. താങ്കളിൽ നിന്ന് നേരെ താഴോട്ട് കർച്ചമിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ബാബനെ പരിചയപ്പെട്ട്. ബാബമാർക്ക് വീടുണ്ടാവില്ല. മൂപ്പര് പേര് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, മൂപ്പര് എന്താ പറഞ്ഞോട്ടെ. छोटा सा नाम गंगा मुनि महाराज नागा बाबा. കുറച്ചു നേരം ബാബന്റെ അതൊക്കെ കേട്ട് അവിടെ ഇരുന്നു. പിന്നെ ഉപ്പര് 500 ഡാൽദോ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. പിന്നെ നടന്നില്ല. ഇതാണ് 2 ദിവസം മുമ്പ് മോളിൽ നിന്ന് കണ്ട് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട്. ഇന്ന് വരെ എന്തോ ഒരു പരിപാടി എടുക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. സാംഗ്ലയിൽ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് പിയോലെത്തി. ഷിംലയും രാംപൂരൊക്കെ പോലെ തന്നെ ഒരു വലിയൊരു പട്ടണം തന്നെയാണ് ഈ റക്കോം പിയോ. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ട്. ചുറ്റും ഹിമാലയം കൊണ്ട് മൂടി ഒരു ഭയങ്കര രസമുള്ള ഒരു വാലിയാണ് അത്. 3 ദിവസം ഫുള്ള് വണ്ടിമേലായതുകൊണ്ട് തന്നെ ഇന്ന് ഇനി അങ്ങോട്ട് പോകുന്നില്ല. നേരെ കുളിച്ച് മാറ്റി ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നാളെ അറിയാം. പിയോന്ന് നേരെ മുകളിലേക്ക് പോയാലാണ് റോഗിലെ ഫേമസ് ആയിട്ടുള്ള സൂയിസൈഡ് പോയിന്റും അതുപോലെ കൽപ്പയും. അവിടേക്കാണ് നാളെ പോകുന്നത്. 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഇതെല്ലാം ക്ലോസ് ആവുന്നതുകൊണ്ട് തന്നെ വേറെ റൂമിൽ കയറി. ഇതാണ് അർണബ്. ഇതും എന്റെ പട്ടിക്കുട്ടിയും. പഠിക്കുന്ന 9 ആയതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് ഉച്ചശേഷം വന്നാൽ പിന്നെ ഈ ഹോട്ടലിൽ വയ്ക്കുന്നവനാണ്. രാവിലെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് ക്ലാസ് പോകും. അതുകൊണ്ട് തന്നെ പേയ്മെന്റ്സ് ക്ലിയർ ആക്കി നമ്മളോട് യാത്ര മുമ്പ് വിട്ട് നാളെ ഇവിടുന്ന് സൂയിസൈഡ് പോയിന്റിലേക്ക്. അപ്പൊ ശരി.